ഇത് വേഗം പാസ്സാക്കാൻ സാറ് പറഞ്ഞു. Hi ma'am. Do you work here? അതെ. Where is the washroom? നേരെ പോയിട്ട് ലെഫ്റ്റ് പോകണം. Okay, can you please look after my Monu for 2 minutes? Monu, please be with this auntie for 2 minutes, okay? Mummy ഇപ്പോ വരാട്ടോ. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? ആന്റി അല്ല ചേച്ചി. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? പറ ആന്റി പറ. ആന്റി അല്ലെന്ന് പറഞ്ഞില്ലേ? ആന്റിയുടെ പിച്ചി. എന്താ മോനെ നിനക്ക് അറിയുന്നേ? ആന്റിയുടെ പിച്ചി. ശരിക്കും പറ്റിയോ? ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ? മാഡത്തിന് ആന്റിന്ന് കൊച്ച ആന്റിന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഒരു പിച്ചു വെച്ചു കൊടുത്തു. ആദ്യം കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞ് പഠിക്കണം. കാര്യമില്ല. ചേച്ചി മാറ്. മാഡം എന്താ പ്രശ്നം? വാ 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 വാ. ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം. പ്ലീസ് മാഡം വാ. മാഡം പ്ലീസ് പ്ലീസ്. സുമി സോറി, ഞാൻ അറിയാതെ ചിച്ചു പോയതാ. എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നോ? ഹേ, അത്രയൊന്നും തോന്നില്ല. പിന്നെന്തിനാ അവൻ എന്നെ എങ്ങനെ വിളിച്ചത്? അതൊക്കെ വീട് സുമി, അതൊക്കെ ഇത്ര വലിയ കാര്യം? അമല പോയെന്താ? രാഘവൻ സാറല്ലേ, ഒന്ന് നോക്കിക്കൂടെ? അയ്യേ, ആ കഴിവനെയോ? അതിനെന്താ സുമി, പുള്ളിക്കാരനെ നിന്നെ ഭയങ്കര ഇഷ്ടാ. പോരാത്തന്നെ ഇവിടുത്തെ മാനേജറും. ലൈഫ് സെറ്റിലായില്ലേ? ലൈഫ് സെറ്റിലായി. അയാൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. അല്ലെങ്കിലും എനിക്ക് അമ്മാവന്മാരെ ഒന്നും വേണ്ട. എനിക്കുമില്ല എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. അതിനൊരു വഴിയുണ്ട്. ഇടന്നേ. അതേതാ വഴി? ഫേസ്ബുക്ക്. ഫേസ്ബുക്കോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സുമിയുടെ ഫുൾ നെയിം പറഞ്ഞേ. സുമി എസ്. സുമി 123@gmail.com. വയസ്സ്? അതൊക്കെ എന്തിനാ ഇതില്? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ? 5th September 1983. 80s കിഡാ? Don't worry, let's make it 90s. Works at Kottayam Rural Bank. ഫോൺ എവിടെ? ഫോൺ ഓ വളരെ പിറ്റി. ഇപ്പോഴും നീ ഫോണാ ഉപയോഗിച്ചോണ്ടിരിക്കണേ? അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോൾ അവൻ്റെ പഴയ ഫോൺ തന്നതാ. അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായി. ലെറ്റ്സ് സെറ്റ് ദിസ് അപ്പ്. ഓൾ സെറ്റ്. എല്ലാം സെറ്റായി. സെറ്റോ? എന്ത്? സുമി, ഞാൻ നിന്നെ ഇപ്പോൾ വലിയൊരു പൂന്തോട്ടത്തിൽ ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു. ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും. അതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്ത് വണ്ട്? പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്കാൻ. നിനക്കൊല്ലം കിട്ടിയ ഒന്നും കിട്ടിയില്ലേ? കൊറേ നേരം തുടങ്ങിട്ട് മീൻ പിടുത്തോണ്ട് പുട്ടുണ്ടാക്കലല്ല അമ്മയോടുക്ക്. മീനെന്താ വിശപ്പില്ല? കൊളുത്തു പോയത്. ഇവിടെ മീനുണ്ടെന്ന് അടുത്ത് ആര് പറഞ്ഞത്? മീനിലും നല്ല ഉറുമ്പുണ്ട്, ചൊറിഞ്ഞിട്ട് പാടില്ല. നമ്മൾ മീൻ കൊണ്ടിട്ട് പിടിക്കേണ്ടി വരൂ. എന്തു പറ്റി? എന്തെങ്കിലും മൂടോട്ടിരിക്കണ? ഒരു മൂടില്ല. മൂടില്ലെന്നാ? പോടാ, ഞാൻ മറ്റേ കാര്യാലോചന കേൾക്കില്ലേ? എടാ, നീ അതുമ്പോ തൂങ്ങിയിറക്കാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ മതി. പറഞ്ഞില്ലെന്നാണ്ടാ വെറുതെ. എടുത്താ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റാണ്? എനിക്കൊന്നും റെഡി ആവണല്ലോ. എങ്ങനെ സെറ്റാണെന്ന്? അതൊക്കെ ഒരു കലയാണ് മോനെ. നമ്മൾ എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കുത്തും. ചിലത് എഴുതി പോകും, പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും. അതുകൊണ്ട് മോൻ ആദ്യം പോയി ഒന്നുകൂടെ ഒരു ചൂണ്ടറിയാൻ നോക്ക്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ചൂണ്ടറിയുമ്പോഴേ
അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ, ഇല്ലെങ്കിൽ പോറ്റ പോലെ ആവും. എടാ കൊച്ചു കഴിവേറി കള്ളപ്പന്നി. പെട്ടെന്ന് വേണേ. ആ ഒന്നും വിചാരിക്കല്ലേ, വാ വാ വാ, വേഗം ഇരിക്ക്. എടുത്തു. ആ ഓക്കെ അല്ലേ? ഓക്കെ. ഹലോ, ഹലോ രേവു, ഇതൊക്കെ വെറും വേസ്റ്റാ. എന്ത് പറ്റി? നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും കള്ളക്കളവന്മാരും ഒക്കെയാ. സുമി അങ്ങനെ പറഞ്ഞതെല്ലാം ഒന്നും നീ അക്സെപ്റ്റ് ചെയ്യണ്ട. നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ശരി, നാളെ കാണാം. ഓക്കെ. മോർണിംഗ് സർ. സുമി, എന്താ സർ? ഞാനൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, വേണ്ടത് ചെയ്തേക്കണം ഓക്കെ ഓക്കെ. കേട്ടോ. രേവു, ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു, ആക്സെപ്റ്റ് ചെയ്തപ്പോൾ മെസ്സേജും വന്നു. നോക്കട്ടെ. വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്, ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി. കാണാൻ ചുള്ളന. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം നടത്തണം. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യമൊക്കെ ഉള്ള എന്നെ അവൾ എന്തിനു വേണ്ടെന്ന് നോക്കണം അച്ഛാ. അച്ഛൻ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് എത്ര പെട്ടെന്ന് റെഡിയാക്കി. അതൊക്കെ അച്ഛനേറ്റു. നീ സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. അച്ഛാ അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം. അതിന്റെ അടുത്ത മാസം കല്യാണം. അച്ഛൻ എനിക്ക് പെട്ടെന്ന് നടത്തി തരണം. ഓഫീസിലുള്ളവരൊക്കെ ചോദിക്കുക, എന്താ നിന്റെ കല്യാണം നടക്കാത്തത്, എന്താ നിന്റെ കല്യാണം നടക്കുന്നത്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതെല്ലാം ശരിയാക്കാം, നീ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട്. അല്ല, അപ്പൊ അതിന്റെ ചെലവൊക്കെ? അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ FD പൊട്ടിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും. എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താടാ? ഞാൻ ബിസിനസിന് കാശ് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ ഇല്ല. ഇവന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്ത് കൊടുക്കും അല്ലേ? ഡാഡാ നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. കുറെ സ്ഥലം ഉണ്ടല്ലോ, അതിലേതേലും വിറ്റ് എനിക്ക് കാശ് ഒന്നുകൂടെ. എന്നെ പറ്റി ഈ വീട്ടിൽ എന്തെങ്കിലും വ്യാകുലത ഉണ്ടാ? ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം. പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ, തിരിച്ചടയ്ക്കുന്നതേ അവൻ അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാണല്ലോ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല, ഒട്ടുമില്ല. നിങ്ങളെ രണ്ടുപേരെ സഹായം ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റുമെങ്കിൽ തട. വളർത്തി കളഞ്ഞവനെ. സോറി സുനിലെ, കോൾ എടുക്കാൻ പറ്റിയില്ല. കോൾ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല, വീട്ടിലാകെ പ്രശ്നമോ, കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിലിനെ പിന്നെ വിളിച്ചാൽ മതിയോ? അവള് പോയടാ. ഇതല്ലടാ പറ്റിയ അവസരം. എന്തിന്? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒന്ന് പറയടാ. നീ അവളാണ് കെട്ടിക്കൂ. അത് പോയിന്റ്. എടാ നീ വെറുതെ പറ്റുമ്പോഴത്തെ ചെക്കനവരെ വള്ളി പിടിപ്പിക്കില്ലാട്ടാ. ഓടാ എന്റെ മാവേ, നിന്റെ ആവശ്യം തീറ്റാ ബിസിനസ് ചെയ്യാൻ ആണാ? അവൾക്ക് ഒരു ജോലി ബാങ്കില്. അപ്പൊ അവളെ കെട്ടിയ പിന്നെ നിനക്ക് ലോൺ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഉണ്ടാ? ഇല്ല. നീ ഒന്ന് ആലോചിക്കേ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവൻ ഈ നാട്ടിൽ നാറും, പിന്നെ അവൻ ഈ നാട്ടിൽ നിന്ന്
ഇത് തന്നെയല്ലേ നമ്മളെ സുഖമായിട്ടും ചെയ്തത്. പുള്ളി ഇപ്പൊ ഏതാ ലെവല്? പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് കണ്ണു മുട്ടി ചെയ്യാം. നീ യോഗ്യനാണ്, നീ ചെയ്യടാ. ഞാൻ ചെയ്യും. വിളിച്ചോ അതിന് അവള് സമ്മതിച്ചാലല്ലേ. വെറുതെ നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് രക്ഷോടാ സമ്മതിക്കാത്തത്. ഐ ലവ് യു. അത് ശരി. അപ്പൊ പോയിന്റ് പറഞ്ഞ നമ്മളാരേ? പോയി ഒളിഞ്ഞു കേൾക്കാം. ഹലോ. സുമി, ഞാൻ വിളിച്ചത് കാര്യം പറയാനാ. പറ സുനിലെ. അത് ഞാൻ എന്താണെങ്കിലും പറ. അത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? ഹലോ, കട്ട് ചെയ്തു. എടാ പിന്നെ എന്റെ ജീവിതം പോയാ? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തിനാണ് ആ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണം? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. എടാ നീ ആ കൊച്ചിനെ വിളിച്ചൊരു സോറി പറ. സുമി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ എം റിയലി സോറി. സൗണ്ട് മാറ്റുന്ന എന്തിനാ? ഹലോ രേവു. സുമി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ? ഏയ് അതൊന്നുമല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞ അവനെൻ്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത്. എൻ്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. വേറെ എന്ത് വേണം? അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെയല്ലേ അതിന്റെ ഒരു ത്രില്ല്. ഞാനും രവിയേട്ടനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ചേ? ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട്. ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയേട്ടൻ്റെ. പക്ഷേ രേവു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഡെസിഷനാണ്. ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കെട്ടില്ല. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവനെ വിളിക്കേ. വിളിക്ക് സുമി. ഹലോ. സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എൻ്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എൻ്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എൻ്റെതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ. ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാ. ഓക്കെ. എന്താ പറഞ്ഞേ? പുള്ളി റെഡിയാണ്. ശരിക്കും ഡേറ്റും ടൈമൊക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു. അമ്മോ, അത് അടിപൊളിയായി. തൽക്കാലം ഇതാരും അറിയണ്ട. അത് ശരിയാ. കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം. അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അല്ല സുമി, നമ്മൾ അടുത്ത ആഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ? അപ്പോൾ ഒരു കാര്യം ചെയ്താലോ? അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 2:30 ആവുമ്പോൾ നമ്മളെല്ലാവരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു. അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ്. നീ സുനിലോണ്ട് വിളിച്ചു പറഞ്ഞോ.
അവള് സമ്മതിച്ചോ? കല്യാണം കഴിഞ്ഞ നേരെ ഹണിമൂൺ മൂന്നാർ 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 വെള്ളിയാഴ്ച വെള്ളിയാഴ്ച. എന്താണ് ഒരു സന്തോഷമില്ലാത്ത? കറങ്ങിക്കോട്ടെ. ഇത്ര പെട്ടെന്നാ പോടാ. പ്രായം പ്രശ്നമാവൂലേ? എടാ ഒരു 3-4 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു പ്രശ്നമാണോ? 10-15 വയസ്സൊന്നുമല്ലല്ലോ. എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടി വരും. പിന്നെ കല്യാണ ചെലവും തവള ഏറ്റെന്ന് പറഞ്ഞ്. അടിപൊളി. പിന്നെ എന്ത് വേണം? അങ്ങനെ നമ്മുടെ ബാബക്ക് കല്യാണം. ഫ്രൈഡേ ആണ് പരിപാടി. എനിക്കൊരു കാർ വേണം. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്കൊരു കിടുക്ക് കാർ ഞാൻ സെറ്റാക്കി തരും. നീ ധൈര്യമായിട്ട് വിട്ടോ. അപ്പ നമ്മുടെ ബാബക്ക് കല്യാണം. പത്തിരി ബീഫ് മടിക്കണം. ദരിദ്രവാസി. എവിടെ പോവാ? അമ്മ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പിന്നെ പറയാം. വാവേ, അമ്മേ, എൻ്റെ ഉള്ളിലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സുണ്ട്. ഞാൻ വിളിക്കാം. എൻ്റെ 2ാം വരവിൽ നിങ്ങളെല്ലാവരും ഞെട്ടും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എങ്ങോട്ടാടി ഒരുങ്ങി കെട്ടി? ഞാനൊരു ടൂറിന് പോവാ 2 ദിവസത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ കാര്യം? ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകിടക്കാൻ. അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാൽ മതി.